ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്സ് ലൈറ്റ്. നമ്മൾ ഗ്രേഡ് 9 മാത്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രേഡ് 9 സീരീസിൽ ഈ ഒരു അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ സിസ്റ്റം കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ ഏതൊക്കെ നമ്പർ ഫാമിലീസ് പഠിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ പഠിക്കുന്നത് ഓൾജിബ്രയിലെ പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്ററാണ്. നെക്സ്റ്റ് വരുന്നത് കോർഡിനേറ്റ് ജോമെട്രി ആണ്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. പിന്നെ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ, എഗെയിൻ ഓൾജിബ്ര റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു യൂക്ലിഡ്സ് ജോമെട്രി, ഈ തേർഡും ഫിഫ്ത്തും ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രിയിൽ വരുന്ന യൂണിറ്റ് 3യിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ലൈൻസ് ആൻഡ് ആംഗിൾസ്, അതും ജോമെട്രി റിലേറ്റഡ് ആണ്. പിന്നെ വരുന്നത് ട്രയാങ്കിൾസ്, എഗെയിൻ ജോമെട്രി ആണ്. ക്വാഡ്രിലാറ്ററൽസ്, അതും വീണ്ടും വരുന്ന ജോമെട്രി തന്നെയാണ്. സർക്കിൾസും അതും. ഓക്കെ, പിന്നെ വരുന്നത് ഹിറോൺസ് ഫോർമുല. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുലയാണ്. അപ്പോൾ അത് വരുന്നത് മെൻഷുറേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലാണ് വരുന്നത്. സർഫസ് ഏരിയ ആൻഡ് വോളിയം മെൻഷുറേഷനിൽ തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് യൂണിറ്റ്സ് വെച്ച് മനസ്സിലാക്കാം. നമ്പർ സിസ്റ്റം ചാപ്റ്റർ, അതിൽ നിന്ന് നമുക്ക് വരാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത്, വെയിറ്റേജ് എന്ന് പറയുന്നത് 10 മാർക്കിൻ്റെ ആണ്. പിന്നെ ഓൾജിബ്ര വരുന്നത്, അതായത് പോളിനോമിയൽസ്, ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്, ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത് 20 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. കോർഡിനേറ്റ് ജോമെട്രിന്ന് 4, പിന്നെ ജോമെട്രിയിൽ നിന്നാണ് 27 മാർക്സ്. അപ്പോൾ ജോമെട്രി നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ടു യൂക്ലിഡ്സ് ജോമെട്രി ഉണ്ട്, ലൈൻസ് ആൻഡ് ആംഗിൾസ്, ട്രയാങ്കിൾസ്, ക്വാഡ്രിലാറ്ററൽസ്, സർക്കിൾസ്, ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സാണ് ഇതൊക്കെ. പിന്നെ വരുന്നത് മെൻഷുറേഷൻ ആണ്, സർഫസ് ഏരിയ ആൻഡ് വോളിയം, ഹെറോൺസ് ഫോർമുല. പിന്നെ വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ഒരു വെയിറ്റേജ് ടോട്ടൽ 80 മാർക്കിന് ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്നെല്ലാം വരാൻ പോകുന്നത്. അപ്പം നല്ലൊരു തുടക്കമായിരിക്കട്ടെ. ഈ ഒരു അക്കാഡമിക്ക് എല്ലാവർക്കും കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയിട്ട് നന്നായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ഫസ്റ്റ് ചാപ്റ്റർ വിച്ച് ഈസ് നമ്പർ സിസ്റ്റം. അപ്പം നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഫസ്റ്റ് റാഷണൽ നമ്പേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഈ ഒരു സെഷനിൽ നമ്മൾ റാഷണൽ നമ്പേഴ്സും പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എക്സസൈസ് 1.1 കൂടെ കവർ ചെയ്താണ് പോകുന്നത്. ഓക്കെ, കുഞ്ഞു കോൺസെപ്റ്റാണ്, അതുപോലെ കുഞ്ഞൊരു എക്സസൈസുമാണ്. അപ്പോൾ അത്രയും നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്യാം. സോ ലെറ്റ് സി എന്താണ് റാഷണൽ നമ്പേഴ്സ്. ഈ ഒരു പടം ഓർത്തിരുന്നാൽ നമ്മൾ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പടത്തിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ റാഷണൽ നമ്പർ എന്താണെന്ന് ആദ്യം നോക്കാം. അതിനു മുമ്പായിട്ട്, അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ നമ്പർ ഫാമിലീസ് പഠിക്കുമ്പം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് ആദ്യത്തെ നമ്പർ ഫാമിലി പഠിക്കുന്നത്, അല്ലേ? ഈ ഒരു പടത്തിൽ നിന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് കൗണ്ടിങ് നമ്പേഴ്സ്, നമ്മൾ എന്തെങ്കിലും കൗണ്ട് ചെയ്യുന്നു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു കുറേ നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട്. കൗണ്ട് ചെയ്ത് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന 1ൽ നിന്നാണ്, അല്ലേ? അപ്പോൾ 1 2 3 4 എക്സെട്ര ടു ബിഗ് നമ്പർ ഇൻഫിനിറ്റി. ബിഗ് നമ്പറിനെയാണ് നമ്മൾ ഇൻഫിനിറ്റി എന്ന് മാർക്ക് ചെയ്യും. ബിഗ് എന്നുള്ള ഒരു എന്തെങ്കിലും ഒരു വലിയ നമ്പർ എന്നുള്ളതിനെയാണ് നമ്മൾ ഈ ഇൻഫിനിറ്റി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൗണ്ടിങ് നമ്പേഴ്സ് 1 2 3 തൊട്ടുള്ള നമ്പേഴ്സ് ആണ് എന്ത്, നാച്ചുറൽ നമ്പേഴ്സ്. റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ N ആണ്. ഓക്കെ അല്ലേ? ഇനി ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പം സീറോയുടെ ഒരു ഇൻവെൻഷൻ ഉണ്ട്, അല്ലേ? നമ്മൾ ഇന്ത്യൻ ആര്യഭട്ട എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു നമ്പറാണ് സീറോ. ആ സീറോയുടെ ഈ നമ്പർ ഫാമിലി, നാച്ചുറൽ നമ്പേഴ്സ് ഫാമിലിയുടെ കൂടെ വരുമ്പോഴത്തേക്ക് പുതിയൊരു നമ്പർ ഫാമിലി വരും. ഏതാണ്? ഹോൾ നമ്പേഴ്സ്. ഹോൾ. ഓക്കെ, അപ്പോൾ 0 1 2 3 എക്സെട്ര ആണ് ഹോൾ നമ്പേഴ്സ്. അപ് ടു ബിഗ് നമ്പർ ഇൻഫിനിറ്റി ആണ്. റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? W. അപ്പം നോക്കിയേ, ഹോൾ നമ്പേഴ്സിനകത്താണ് നാച്ചുറൽ നമ്പേഴ്സ്. പിന്നെ വരുമ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നമ്മൾ ടെമ്പറേച്ചർ ഒക്കെ പറയുമ്പോൾ മൈനസ്, ഭയങ്കര കോൾഡാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് രാജ്യങ്ങൾ, കാനഡ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാശ്മീർ, മൂന്നാർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ടെമ്പറേച്ചേഴ്സ് വിൻ്റർ സീസണിൽ പറയുമ്പോൾ നെഗറ്റീവ് പറയാറുണ്ട്, അല്ലേ? 0 ഡിഗ്രിക്ക് താഴെ. അപ്പോൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും ഈ 0 ഡിഗ്രിക്ക് താഴെ? അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ മൈനസ്. 0ൽ താഴെയുള്ള നമ്പേഴ്സ് മൈനസ്. ഓക്കെ, അപ്പോൾ -1 -2 -3 -4 ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നു. -ഇൻഫിനിറ്റി ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഏറ്റവും ചെറിയ നമ്പർ. ഏറ്റവും വലിയ നമ്പർ ഇൻഫിനിറ്റി ആണെങ്കിൽ ഏറ്റവും
ഏറ്റവും ചെറിയ നമ്പറിനെ -∞ കൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ആ മൈനസ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സും സീറോയും ഈ നാച്ചുറൽ നമ്പേഴ്സൂടെ കൂടി നോക്കിയേ, ഇൻറ്റിജേഴ്സ് എന്ന പുതിയൊരു ഫാമിലി വന്നു. ലെറ്റർ ഏതാണ്? സെഡ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രീക്ക് വേർഡ് ഉണ്ട് സെഹ്ലെൻ എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ഈ സെഡ് വരുന്നത്. ഐ അല്ല, സെഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെയാണ് ആ ഫസ്റ്റ് ലെറ്റർ സെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കണ്ടേ, ഈ പടത്തിൽ നോക്കുക, നാച്ചുറൽ നമ്പേഴ്സ് വരുന്നത് ഹോൾ നമ്പേഴ്സിനകത്താണ്. ഈ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സും വരുന്നത് ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ. അപ്പോഴാണ് നമ്മൾ പണ്ട് നിങ്ങൾ ഫ്രാക്ഷനൊക്കെ പഠിക്കുമ്പം ഒരു പിസ്സ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു പീസ് എടുത്തു, അപ്പോൾ അതിനെ നമ്മളൊരു ഫ്രാക്ഷൻ, ഒരു പാർട്ട് ഓഫ് എ ഹോൾ എന്നൊക്കെ പറഞ്ഞ് ഫ്രാക്ഷൻ പഠിക്കും അല്ലേ. അപ്പം നിങ്ങൾ ആ ഫ്രാക്ഷൻ എന്നുള്ളതിനെ എവിടെയാണ്, ഏത് ഫാമിലിയിലാണ് കൊണ്ടിടുന്നത്? അങ്ങനെ നമുക്ക് ഇൻറ്റിജേഴ്സിൽ കിട്ടുമോ? ഇല്ല. അപ്പോൾ പുതിയൊരു ഫാമിലി വന്നു. ഏതാണ്? റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഫ്രാക്ഷൻ കൈൻഡ് എന്നേ പറയുള്ളൂ കേട്ടോ, ഫ്രാക്ഷൻ അല്ല, ഫ്രാക്ഷൻ കൈൻഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എ റാഷണൽ നമ്പർ ഇസ് എനി നമ്പർ ദാറ്റ് ക്യാൻ ബി expressed in the form of p by q where p and q are integers and q not equal to 0. അതായത് p by q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ പിക്കും ക്യൂവിനും ഉള്ള കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. അതായത് നെഗറ്റീവ് വാല്യൂ ആകാം, പോസിറ്റീവ് വാല്യൂ ആകാം, ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. q ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. അപ്പോൾ നോക്കിയേ, 1/2 -3/4, 5ഉം എക്സാമ്പിളാണ്. p by q ഫോം ആണോ എന്ന് ചോദിച്ചാൽ ശരിക്കും 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 5/1 എന്ന് എഴുതാം അല്ലേ. 0 കൊടുത്തിട്ടുണ്ട്, 0 എനി വാല്യൂ എന്താണ്? 0 തന്നെയാണ്, 0/7. അപ്പോൾ 0യും എന്താണ്? റാഷണൽ നമ്പറാണ്. 7/1 എന്താ? 7 എഴുതാറുണ്ടെങ്കിലും p by q ഫോം എന്ന് എടുത്ത് ചോദിച്ചാൽ 7/1 എന്ന് എഴുതിയാൽ അതെന്താണ്? റാഷണൽ നമ്പർ തന്നെയാണ്. ഇനി നിങ്ങൾ ഈ പിക്ചർ വീണ്ടും നോക്കിയേ, ഈ നാച്ചുറൽ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സിനകത്ത് വരുന്നതാണ്, ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സും ഇൻറ്റിജേഴ്സിൽ വരുന്നു. ഇതുൾപ്പെടെ ആ ഒരു വലിയ ഫാമിലി ആയിട്ട് വരുന്നതാണ് എന്ത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിനകത്ത് 1 2 3 ഉണ്ട്, 0 1 2 3 വരുന്നുണ്ട്. മൈനസ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സും 0യും 1 2 3 ഉണ്ട്. പിന്നെ ആ p by q ഫോം ഓഫ് നമ്പേഴ്സ്. ഓക്കെ അല്ലേ. ഇനി വാട്ട് ഇസ് സ്റ്റാൻഡേർഡ് ഫോം? ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ റാഷണൽ നമ്പർ? റാഷണൽ നമ്പറിൻ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ പോസിറ്റീവ് ആയിട്ട് എഴുതണം. അതായത് ഇപ്പം നമ്മളൊരു നമ്പർ 3/-7, ഇത് p by q ഫോമാണ്, പക്ഷേ സ്റ്റാൻഡേർഡ് ഫോം ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഡിനോമിനേറ്റർ നെഗറ്റീവ് ആണ്. അപ്പം ഡിനോമിനേറ്റർ നെഗറ്റീവ് ആകാൻ പാടില്ല. നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, -3/7 എന്ന് എഴുതി. ഇപ്പോൾ ഇതെന്താണ്? സ്റ്റാൻഡേർഡ് ഫോം ആണ്. ഓക്കെ, അതുപോലെ തന്നെ കോമൺ ഫാക്ടർ 1 അല്ലാതെ ഒരു കോമൺ ഫാക്ടറും ഉണ്ടാകാൻ പാടില്ല. അതായത് നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പം ഇനി 3ക്കും 7നും കോമൺ ഫാക്ടർ എന്താ? 1 മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന് കോ പ്രൈം എന്നും പറയും. ദേ ആർ കോ പ്രൈം നമ്പേഴ്സ്. അതായത് HCF 1 ആയിട്ട് വരണം, വേറൊരു കോമൺ ഫാക്ടറും ഇല്ല. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. സ്റ്റാൻഡേർഡ് ഫോമിൽ ശ്രദ്ധിക്കേണ്ട, ഡിനോമിനേറ്റർ നെഗറ്റീവ് വരാൻ പാടില്ല. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ തമ്മിൽ കോമൺ ഫാക്ടർ 1 അല്ലാതെ വേറൊരു നമ്പറും വരാൻ പാടില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. -12/18 കറക്റ്റ് ആണോ? -12/18 ആദ്യത്തെ കണ്ടീഷൻ ഓക്കെയാണ്, ഡിനോമിനേറ്റർ നെഗറ്റീവ് അല്ല. പക്ഷേ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 6 വെച്ച് കട്ട് ചെയ്താൽ -2ഉം 3യും വരും. ഇപ്പം 2നും 3നും വേറെ കോമൺ ഫാക്ടേഴ്സ് ഇല്ല 1 അല്ലാതെ. അപ്പം -2/3 ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവന്ന് ഡിനോമിനേറ്റർ നെഗറ്റീവ് അല്ലാതെ, അതായത് ഡിനോമിനേറ്ററും പോസിറ്റീവായിട്ട് എഴുതുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്തത് എന്താണ് ഇക്വലൻ്റ് റാഷണൽ നമ്പർ? നമ്മൾ ഇക്വലൻ്റ് ഫ്രാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇക്വലൻ്റ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സെയിം വാല്യൂ ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിരിക്കും. അതായത് എക്സാമ്പിൾ നോക്കിയേ, 2/3. 4/6 എന്ന് പറയുന്നതിനെ സിംപ്ലിഫൈ ചെയ്താലും 2/3 അല്ലേ കിട്ടുന്നത്. 6/9 സിംപ്ലിഫൈ ചെയ്താലും എന്താണ്? 2/3 ആണ് കിട്ടുന്നത്. അപ്പം വാല്യൂ ഇവൻച്വലി വാല്യൂ സെയിം ആണ്, പക്ഷേ എഴുതുമ്പോൾ
നോക്കിയേ 4/6ഉം 6/9ഉം. അപ്പോൾ ഡിഫറെൻറ്റ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നതിനെ എന്താണ് പറയുന്നത്? ഇക്വലൻ്റ് റാഷണൽ നമ്പർ. ഇനി ഏതെങ്കിലും ഒരു റാഷണൽ നമ്പർ തന്നിട്ട് ഇതിൻ്റെ ഇക്വലൻ്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ഇക്വലൻ്റ് റാഷണൽ നമ്പർ കിട്ടും. അപ്പോൾ 15/35 3/70 ഒരു ഇക്വലൻ്റ് റാഷണൽ നമ്പറാണ്. ഓക്കെ ആണോ? ഇനി ദേ ആർ ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ഓർ ഡിവൈഡിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സെയിം നോൺ സീറോ നമ്പർ. അപ്പം മൾട്ടിപ്ലൈ ചെയ്തും കിട്ടും, നമുക്ക് ഡിവൈഡ് ചെയ്താലും ഇക്വലൻ്റ് റാഷണൽ നമ്പറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. 4/6 എന്നുള്ളതിൽ നമ്മൾ 2 വെച്ച് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്താണ് 2/3യിലേക്ക് എത്തിയത്. അപ്പം ഇങ്ങനെ വാല്യൂ സെയിം ആയിട്ടുള്ള എന്നാൽ ഡിഫറെൻറ്റ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഉള്ള നമ്പേഴ്സിനെയാണ് ഇക്വലൻ്റ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, when we say that p by q is a rational number, or when we represent p by q on the number line, we assume that q should not be equal to 0, that p and q have no common factors other than 1. അപ്പോൾ ഈ പറഞ്ഞത് ഏത് കണ്ടീഷനാണ്? ആ സ്റ്റാൻഡേർഡ് ഫോമിൻ്റെ കണ്ടീഷനാണ് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫോം എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഇനി there are infinitely many rational numbers between two given rational numbers. നമ്മൾ രണ്ട് റാഷണൽ നമ്പർ എടുത്താൽ, അപ്പോൾ നമ്പർ ലൈൻ വെച്ച് പറഞ്ഞാൽ 0 1 2 3 എക്സെട്ര പോസിറ്റീവ് സൈഡിലേക്കും -1 -2 ഇങ്ങനെ എടുത്തു. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കൊരു 1/2 വരാമല്ലോ. അപ്പോൾ ഈ സീറോയ്ക്കും ഇവിടെ 0 1 ഉണ്ട് കേട്ടോ, 0യ്ക്കും 1നും ഇടയ്ക്ക് നമുക്ക് എത്ര അങ്ങനെയുള്ള നമ്പേഴ്സ് ഫ്രാക്ഷനിൽ ടൈപ്പിലുള്ള നമ്പേഴ്സ് വേണമെങ്കിലും എഴുതാം. അതുപോലെ 0യ്ക്കും -1നും ഇടയ്ക്കും എഴുതാം അല്ലേ? അപ്പം എത്ര നമ്പേഴ്സ് എഴുതാം എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഇൻഫിനിറ്റ്ലി മെനിയാണ്. ഇൻഫിനിറ്റ് റാഷണൽ നമ്പേഴ്സ് ആർ ദെയർ ബിറ്റ്വീൻ ടു റാഷണൽ നമ്പേഴ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇൻഫിനിറ്റ് റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ ടു ഗിവൺ റാഷണൽ നമ്പേഴ്സ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ആണ്. ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ഓർ ഫോൾസ്? ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസർ. ഓക്കെ, എവ്രി ഹോൾ നമ്പർ ഇസ് എ നാച്ചുറൽ നമ്പർ ആണോ? പടം ഓർത്താൽ മതി. നാച്ചുറൽ നമ്പർ കഴിഞ്ഞാണ് ഹോൾ നമ്പർ. ഹോൾ നമ്പർ എല്ലാം വരുന്നത് ഇൻറ്റിജർ. ഇനി റാഷണൽ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ക്യൂ ആണ് കേട്ടോ. അപ്പോൾ അതവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചെഴുതുക, ക്യൂ ആണ്. അപ്പോൾ ഇവിടെ എവ്രി ഹോൾ നമ്പർ ഈസ് എ നാച്ചുറൽ നമ്പർ ആണോ? 0 നാച്ചുറൽ നമ്പറിൽ വരുന്നതാണോ? അല്ല, 0 ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാച്ചുറൽ നമ്പർ ഫാമിലി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ് വൺ നോക്കിയേ, എവ്രി ഇൻറ്റിജർ ഈസ് എ റാഷണൽ നമ്പർ. എല്ലാ ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പർ ഫാമിലിക്കകത്താണ് വരുന്നത് അല്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ് അല്ലേ? അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. എവ്രി റാഷണൽ നമ്പർ ഈസ് ആൻ ഇൻറ്റിജർ ആണോ? അല്ല, കാരണം എന്താ? p by q form of numbers are not included. എവിടെ ഇൻക്ലൂഡഡ് അല്ല? ഇൻക്ലൂഡഡ് ഇൻ ഇൻറ്റിജേഴ്സ് അല്ലേ? ഇൻ ഇൻറ്റിജേഴ്സ്. therefore ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വരുന്നത് നമ്മൾ റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ ടു ഗിവൺ റാഷണൽ നമ്പേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് കൂടെ പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ രണ്ട് മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നെന്ന് പറയുന്നത് മീൻ എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് അല്ലേ? ആവറേജ്, രണ്ട് നമ്പേഴ്സിൻ്റെ ആവറേജ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ എയുടെയും ബിയുടെയും ആവറേജ് കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? a+b/2 അല്ലേ? അപ്പോൾ അതുപോലെ രണ്ട് നമ്പർ തന്നാൽ അതിൻ്റെ ഇടയ്ക്കുള്ള വേറെ റാഷണൽ നമ്പർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? മീൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പം മീൻ കണ്ടുപിടിക്കുക എന്നുള്ളത് എങ്ങനെയാണെന്ന് പറയാം, ഒരു സെക്കൻഡ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? രണ്ട് റാഷണൽ നമ്പേഴ്സ് തന്നു. അപ്പം ഇവിടെ എയും ബിയും ആണ് റാഷണൽ നമ്പർ. Q1 എങ്ങനെ കണ്ടുപിടിക്കാം? a+b/2. ഇനിയും എയ്ക്കും Q1നും ഇടയ്ക്കുള്ള റാഷണൽ നമ്പർ Q2 ആണ് കണ്ടുപിടിക്കണമെങ്കിൽ a+Q1/2.
ടു. ഇനി Q3 എക്കും Q2നും ഇടയ്ക്കുള്ള റാഷണൽ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ? A പ്ലസ് Q2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇനി നിങ്ങൾ ഓർത്തേ, നമ്മൾ പഠിച്ച എന്താ, ഇൻഫിനിറ്റ് റാഷണൽ നമ്പേഴ്സ് ഉണ്ട് രണ്ട് നമ്പേഴ്സിനിടയ്ക്ക്. അങ്ങനെ നോക്കുമ്പം ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു പ്രൂഫ് കിട്ടില്ലേ എങ്ങനെയാണ് ആ ഇൻഫിനിറ്റ് റാഷണൽ നമ്പേഴ്സ് വരുന്നതെന്ന്. കാരണം ഇനി എക്കും Q3ക്കും ഇടയ്ക്ക് ഒരെണ്ണം മീൻ വെച്ച് കണ്ടുപിടിക്കാം, അടുത്ത എക്കും Q4നും ഇടയ്ക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ മീൻ കണ്ടുപിടിക്കുന്ന എന്താണ്, ഇൻഫിനിറ്റ് നമ്പേഴ്സിൻ്റെ ചെയ്ത് പോകാം. അപ്പം നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാം, രണ്ട് റാഷണൽ നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത മീൻ എന്നുള്ളത്. അപ്പോൾ 3ക്കും 4നും ഇടയ്ക്ക് രണ്ട് റാഷണൽ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യത്തേത് എങ്ങനെ കണ്ടുപിടിക്കാം? 3 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 2, 7/2, 3.5 എന്ന് കിട്ടും. ഇനി ഈ 3.3യും 3.5ഉം അതിൻ്റെ നടുക്കുള്ളത് കിട്ടി, പിന്നെ 4. ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഉള്ളത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 3 പ്ലസ് 3.5 ഡിവൈഡഡ് ബൈ 2, 6.5 ഡിവൈഡഡ് ബൈ 2 ആണ്. ഞാനിവിടെ നീറ്റായിട്ട് എഴുതാം, ഡിവൈഡഡ് ബൈ 2. സെക്കൻഡ് നമ്പർ എങ്ങനെ കിട്ടും? 6.5 ഡിവൈഡഡ് ബൈ 2, 3.25 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഇവിടെ വരുന്ന നമ്പർ നമുക്ക് 3.25 എന്ന് കിട്ടി. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വീണ്ടും കാണാം, 3.25-നിടയ്ക്കും 3.5-നിടയ്ക്കും കാണാം, 3.5-നും 4-നിടയ്ക്ക് കാണാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയാൽ ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് കിട്ടും എന്നുള്ളതോടെ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ക്ലിയർ അല്ലേ? അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ ടു ഗിവൺ റാഷണൽ നമ്പേഴ്സ് മെത്തേഡ് 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ ഇത്ര നമ്പേഴ്സ് കണ്ടുപിടിക്കൂ എന്നാണ് പറയുന്നത്. അതായത് രണ്ട് നമ്പേഴ്സ് തന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ n റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? തന്നിരിക്കുന്ന, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് പറഞ്ഞുതരാം, ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3/5 ആൻഡ് 4/5 എന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന ഏതൊക്കെ നമ്പേഴ്സാണ്? 3/5ഉം 4/5ഉം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എത്ര നമ്പേഴ്സ് കണ്ടുപിടിക്കണം? 5. റൈറ്റ് ദ ഗിവൺ നമ്പേഴ്സ് ഇൻ P/Q ഫോം. ഓൾറെഡി P/Q ഫോമിലാണ് 3/5ഉം 4/5ഉം. മേക്ക് ദ ഡിനോമിനേറ്റർ സെയിം ബൈ ടേക്കിംഗ് LCM. ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, കാരണം തന്നിരിക്കുന്നത് ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള നമ്പറാണ്. ഫൈൻഡ് n+1. അപ്പോൾ n+1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണത്? 5 + 1 6 ആണ് അല്ലേ? ഇനി സ്റ്റെപ്പ് 4 എന്താ? തന്നിരിക്കുന്ന ആ നമ്പറിനെ നമ്മൾ ഈ n+1 വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇവിടെ 6 വെച്ച് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ പുതിയ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇക്വലൻ റാഷണൽ നമ്പേഴ്സ് എന്തായി? 18/13 24/13 കിട്ടും. അപ്പോൾ ഇതിനിടയ്ക്ക് എഴുതാമല്ലോ, ഏതൊക്കെയാണ്? 19/30, 20/30, 21/30, 22/30, 23/30. എത്രയാണോ ചോദിച്ച് അത്രയും കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. 5 എണ്ണമാണ് ചോദിച്ച് 5 എണ്ണം നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്തത് എക്സാമ്പിൾ 2 ആണ്. ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 2. നിങ്ങൾക്ക് മെയിൻ മെത്തേഡ് വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ ലാസ്റ്റ് ചെയ്ത മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട എന്താ? P/Q ഫോമിൽ എഴുതാം. അപ്പോൾ 1/1 എന്നും 2നെ 2/1 എന്നും എഴുതാം. ഇവിടെ എത്ര നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്? 5 ആണ് അല്ലേ? അപ്പോൾ n+1 എന്താണ്? 6 ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നത്? 1/1നെ നമ്മൾ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അപ്പോൾ ഇക്വലൻ റാഷണൽ നമ്പേഴ്സ് എന്തായി? 6/6ഉം 12/6ഉം ആയി. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര റാഷണൽ നമ്പേഴ്സ് എഴുതാം നമുക്ക്? 7/6, 8/6, 9/6, 10/6, 11/6. ഓക്കെ ആണോ? അപ്പോൾ ഫസ്റ്റ് 5 റാഷണൽ നമ്പേഴ്സ് കിട്ടിയില്ലേ? അടുത്തത് എക്സസൈസിലേക്കാണ് വരുന്നത്. നിങ്ങളുടെ ചാപ്റ്റർ എക്സസൈസ് 1.1 ആണ്. ഇസ് 0 എ റാഷണൽ നമ്പർ? ക്യാൻ യു റൈറ്റ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് P/Q വെർ P and Q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0? ആൻസർ ഓൾറെഡി മനസ്സിലുണ്ടാവും. എന്താണ്? യെസ്, 0 ഈസ് എ റാഷണൽ നമ്പർ because we can write
can write 0 as 0 എങ്ങനെ എഴുതാം പി ബൈ ക്യൂ ഫോമിൽ 0/7 അല്ലെങ്കിൽ 0/8 അല്ലെങ്കിൽ 0/100 ഇതെല്ലാം സീറോയുടെ പി ബൈ ക്യൂ ഫോമാണ് അല്ലേ. സോ യെസ് ആണ് ആൻസർ. എക്സ്പ്ലനേഷനും ഉണ്ട്. 0/7 ഒക്കെ എന്താ 0 ആയിട്ടാണ് വരുന്നത്. ഇത്ര എഴുതിയാൽ മതി. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, ഫൈൻഡ് 6 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4. എന്താ ചെയ്യണ്ടേ? ചെയ്തു തുടങ്ങിക്കോളൂ. 3യെ നമുക്ക് 3/1 എന്നും 4നെ നമുക്ക് 4/1 എന്നും എഴുതാം. n എത്ര നമ്പർ കണ്ടുപിടിക്കണം? 6 അല്ലേ. അപ്പോൾ n+1 എന്താണ്? 6 + 1 7. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? 3/1നെ നമ്മൾ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. 4/1നെ നമ്മൾ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. എന്ത് വരും? 21/7 എന്നും വരും. 28/7. റിക്വയർഡ് റാഷണൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 22/7, 23/7, 24/7, 25/7, 26/7, 27/7. 6 റാഷണൽ നമ്പേഴ്സ് ആയില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3/5 and 4/5. നമ്മൾ ഓൾറെഡി ചെയ്തതല്ലേ. എങ്ങനെയാ ചെയ്തേ? 3/5 n റാഷണൽ നമ്പർ n 5 ആകുമ്പം n+1 എന്താണ്? 6 ആണ് അല്ലേ. ഇൻറ്റു 6 വെച്ച് ചെയ്തു. ഇവിടെ 4/5നെ നമ്മൾ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 18/30 എന്നും കിട്ടി. ഇവിടെ നമുക്ക് 24/30 എന്നും കിട്ടി. ഇതിൻ്റെ ഇടയ്ക്കുള്ള റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി എഴുതിയല്ലേ. അപ്പോൾ അത് റെഫർ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ്. State whether the following statements are true or false. Every natural number is a whole number. Natural number എവിടെയാ വരുന്നത്? ഹോൾ നമ്പറിനകത്താണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ? യെസ് ആണ്. ഓക്കെ. ഇനി എന്താ? സെക്കൻഡ് വൺ. ഗീവ് റീസൺ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് വരുന്നത് ഹോൾ നമ്പേഴ്സിന് ഇടയ്ക്കാണ്. എലമെൻ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സ് എലമെൻ്റ് ഓഫ് ഹോൾ നമ്പർ ഫാമിലിയാണ്. എവ്രി ഇൻറ്റിജർ ഇസ് എ ഹോൾ നമ്പർ. ഇൻറ്റിജർ ഹോൾ നമ്പർ ആണോ? ഇൻറ്റിജർ ഹോൾ നമ്പറിനകത്താണോ? അല്ല. നോ. നെഗറ്റീവ് നമ്പേഴ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഹോൾ നമ്പർ ഫാമിലി. അപ്പോൾ അത് നോ ആണ് ആൻസർ. ഓക്കെ. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓർ ഫോൾസ് ആയതുകൊണ്ട് നമുക്കിവിടെ ഫസ്റ്റ് വൺ ട്രൂ, സെക്കൻഡ് വൺ എന്താണ്? ഫോൾസ് ആണ്. ഇനി തേർഡ് വൺ. എവ്രി റാഷണൽ നമ്പർ ഇസ് എ ഹോൾ നമ്പർ ആണോ? റാഷണൽ നമ്പർ ആണ് ബിഗ് ഫാമിലി അല്ലേ. അതിലെ എല്ലാ റാഷണൽ നമ്പറും ഹോൾ നമ്പർ ആണോ? അല്ല. കാരണം എന്താ? നോ. കാരണം സെയിം നെഗറ്റീവ് നമ്പേഴ്സ് അതിൽ വരുന്നില്ല. പി ബൈ ക്യൂ ഫോം ഓഫ് നമ്പേഴ്സും വരുന്നില്ല. പി ബൈ ക്യൂ ഫോം ഓഫ് നമ്പേഴ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. എവിടെ ഇൻക്ലൂഡഡ് അല്ല? നമ്മുടെ ഹോൾ നമ്പർ ഫാമിലിയിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ അല്ലേ? അടുത്തത്. ഓക്കെ. ഇത്രയും പഠിച്ചു വന്നപ്പോൾ നമ്മൾ ആ എക്സസൈസ് തീർന്നറിഞ്ഞില്ല. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങളെല്ലാം എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് പഠിക്കണം. റാഷണൽ നമ്പർ എന്താണ്? പി ബൈ ക്യൂ ഫോം ഓഫ് നമ്പർ ആണ്. ക്യൂ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0 ആണ്. പിന്നെ രണ്ട് റാഷണൽ നമ്പറിന് ഇടയ്ക്ക് ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. പിന്നെ അത് വെച്ചിട്ട് ഇടയ്ക്ക് എത്ര റാഷണൽ നമ്പർ കണ്ടുപിടിക്കാൻ പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സസൈസിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വിൽ സി യു സൂൺ. ടേക്ക് കെയർ. ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.